അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യത്തിന്റെ ഭാഗമായി നന്മകൾ അനുഷ്ഠിക്കാൻ, പരലോകത്തേക്ക് സമ്പാദിക്കാൻ, ഒരുപാട് പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ അവസരം തന്നിട്ടും അത് വേണ്ട രൂപത്തിൽ നമ്മൾ മുതലെടുത്തിട്ടില്ല എങ്കിൽ നമ്മൾ നഷ്ടക്കാരുടെ കൂട്ടത്തിലായി പോകും. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, അല്ലാഹു യുആഖിബു മൻ ഫതഹ ലഹു ബാബൻ മിനൽ ഖൈരി ഫലം യൻതഹിസുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുവന് നന്മകൾക്കുള്ള ഒരു വാതിൽ തുറന്നു കൊടുത്തു, നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ നിശ്ചയിച്ചു കൊടുത്തു. എന്നാൽ അവനാകട്ടെ അത് പരിപൂർണമായി ഉപയോഗപ്പെടുത്തിയില്ല, വേണ്ട പോലെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ശിക്ഷിക്കുന്നതാണ് എന്നാണ്. എങ്ങനെയായിരിക്കും അവർക്കുള്ള ശിക്ഷ? ബിഅയ്യഹൂല ബൈന ഖൽബിഹി വ ഇറാദതിഹി, അവന്റെ ഹൃദയത്തിനും അവന്റെ ഉദ്ദേശങ്ങൾക്കുമിടയിൽ അല്ലാഹു മറയിടുമെന്നാണ്. അഥവാ നന്മകൾ ചെയ്യാനുള്ള ആഗ്രഹമുണ്ട് എങ്കിലും അത് ചെയ്യാനുള്ള താല്പര്യം അവന്റെ മനസ്സിൽ നിന്ന് എടുത്തു നീക്കി അവന്റെ ഹൃദയത്തിനും ഇച്ഛകൾക്കുമിടയിൽ അല്ലാഹു മറയിട്ട് കളയും. അത് ഉഖൂബത്തൻ ലഹു എന്നാണ്, അത് അവനുള്ള ശിക്ഷയായിക്കൊണ്ടാണ് അപ്രകാരം അല്ലാഹു ചെയ്യുന്നത്. ഫലാ യുമക്കിനുഹു, പിന്നീട് അവനെ ഈ നന്മകൾ ചെയ്യുവാൻ, അവന്റെ ഹൃദയത്തിലുള്ള താല്പര്യത്തിനനുസരിച്ച് നന്മകൾ ചെയ്യുവാൻ അവന് സാധിക്കുകയില്ല എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു ആയത്തും അദ്ദേഹം നൽകുകയാണ്. അദ്ദേഹം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്ത് അദ്ദേഹം പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു സ്തജീബു ലില്ലാഹി വലിർറസൂലി ഇദാ ദആകും ലിമാ യുഹ്യീകും വഅലമു അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബി. മുഅ്മിനീങ്ങളെ, നിങ്ങളെ അള്ളാഹുവും അവന്റെ റസൂൽ നിങ്ങൾക്ക് ജീവൻ പകരുന്ന, ജീവൻ നൽകുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇസ്തജീബു ലില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനും അവന്റെ റസൂലിന് ഉത്തരം കൊടുക്കുക. കാരണം വഅലമു അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബി, നിങ്ങൾ അറിയണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുവനും അവന്റെ ഹൃദയത്തിനുമിടയിൽ മറയിട്ട് കളയുമെന്നാണ്.